സാറോ എന്താ സാറേ? അല്ല, ഞാൻ 2 ദിവസം തെരഞ്ഞെടുക്കും. എന്താ നാളെ ഇപ്പൊ എന്താ നടക്കും? നമുക്ക് നാളെ എനിക്ക് എന്താ ഓഫീസ് പോകാൻ നേരം ലൈറ്റ് ആകുന്നുണ്ട്. നാളെ നിങ്ങൾ 10 മണിയാകുമ്പോ എത്താണെങ്കിൽ 10 മണിയാകുമ്പോ എത്താം. കറക്റ്റ് 10 മണിയാകുമ്പോ എത്തോ? എന്നാ നാളെ ഞാൻ ചെയ്തുതരാം. ആയിക്കോട്ടെ. ഞാൻ നിങ്ങൾ 10 മണിക്ക് വന്നില്ലെങ്കിൽ നിങ്ങളെ ചാൻസ് പോകും. ഇല്ല, 10 മണിക്ക് എത്തും. ഞാൻ 2 ദിവസമായി നടക്കണ്, കഴിയുന്നില്ല, കിട്ടുന്നില്ല. അതുകൊണ്ടാ. എന്നാ രാവിലെ അങ്ങോട്ട് എത്തിക്കൂടെ? ആയിക്കോട്ടെ. എന്നാ ശരി. ശരി. അടക്ക്. ഞാൻ എന്നെ ഇന്നലെ തെരഞ്ഞെടുക്കുന്നു. എന്തേന്? ഞാൻ ലേശം തിരക്കില്ല. അപ്പൊ കുറച്ച് ദിവസം ഞാനിപ്പോ 2-3 പോക്ക് പോയി. എനിക്ക് ശരിയായി കിട്ടുന്നില്ല. ഒന്ന് ശരിയായിക്കൊണ്ടാ. നാളെ നടക്കൂല. നിങ്ങളെന്താ പറയുക? ഈ മാസം ഫുള്ള് ബിസിയാ. നാളെ മറ്റന്നാൾ ഒന്നും നടക്കൂല. ഞാൻ നിങ്ങൾക്ക് അക്ഷയലല്ലേ? അക്ഷയലാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മളെ ബായിട്ട് ഓനാക്കിയാൽ മതി. ഞാൻ ഓനെ നിങ്ങളടുത്ത് കൂട്ടാം. ഓൻ രാവിലെ ചെയ്തിടും. ആയിക്കോട്ടെ. വയസ്സായാലും പുറേ കുത്തിരിക്കാൻ പറ്റാത്ത ഓരോരോ നിയമങ്ങള്. സാറേ ഞാൻ തെരഞ്ഞു നോക്കണേ. ഞാൻ ഇത്ര പൊലച്ച 6 മണിക്ക് വന്നു. നമ്മളാണോ? പിന്നെ 100 പോരെ? 700 വരെ ആടെ ബാക്കിൽ ആളെ. ശരിയാ. ഇത് നല്ല ഐഡിയ ആണല്ലോ. ഇയാൾക്ക് നല്ല കേമായിട്ടോ. വൈകുന്നേരം ആവുമ്പോ കാണാം. നല്ല ടീമാണത്. ഇത് ഞാൻ കുടിച്ചു കഴിക്കൂ. വരിക്കാന്ന് ഇന്നലെയും വന്ന് മടങ്ങിപ്പോയതാണ്. നമുക്ക് വേറെ പണിയൊന്നുമില്ല. പണിയൊക്കെ ഓഫീസിൽ പോകാനൊക്കെ ഉണ്ടായി. വരിക്കണ ഞാൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ രാവിലെ 10 മണിക്കൊന്നോ അങ്ങ് 2ാമതൊക്കെ ഞാൻ എടുത്തു. ഞാൻ അവിടെ വരില്ലോ. ഓക്കെ. അല്ല ചങ്ങായി, ആഴ്ചയിൽ ഫുള്ളായിട്ട് പണിക്ക് ഒരു മനുഷ്യനെ ഏടി എത്തില്ല. അനക്കായിരുന്നു ഈ കള്ളും കുടിച്ചിങ്ങനെ നടക്കാനുള്ള വരുമാനം ആയിരുന്നു. ഈ കക്കാരട്ടം പോകുന്നുണ്ടോ? പണിക്ക് പോയി എന്തൊക്കെ വരുമാനം കിട്ടുന്ന കാര്യങ്ങളാണ് ഗവൺമെന്റ് നമുക്ക് തരുന്നത്. നമുക്ക് പണിക്ക് പോകാനും ജീവിക്കാനും ലാവിഷായിട്ട് നടക്കാനുള്ള എല്ലാ പദ്ധതികളും നമ്മളെ സർക്കാർ തന്നെ തരുന്നുണ്ട്. അതെടുത്ത് വാങ്ങിക്കൊണ്ടുപോയി അവിടെ പോയി കൊടുക്കണ നമ്മളടിക്കുന്ന എന്തെല്ലാം അവിടെ നിൽക്കുക. ആ പരിപാടി ഒന്ന് പറയാ. എന്താണ് ആ പരിപാടി? അതോ മസ്റ്ററിംഗ് എന്ന് കേട്ടോ? മസ്റ്ററിംഗ്, ഗ്യാസ് മസ്റ്ററിംഗ്, ആധാർ കാർഡ് മസ്റ്ററിംഗ്, ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ്. ഇതിനൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരും. അവർക്കൊക്കെ വരിക്കാൻ ഉണ്ടാവില്ല. നമ്മളൊരു രാവിലെ പോയി വരിക്കും. അവരൊരു വെള്ളക്കൂടി പൈസ തരും. നമ്മളത് കൊണ്ടുപോയിട്ട് മാറിക്കൊടുക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കൂ. ഇപ്രാവശ്യം കടലെടുത്ത് വരാനുണ്ട്. അത് വരുമ്പോഴും നമുക്ക് പോയിട്ട് വരുന്ന പൈസ കിട്ടുമോ? ഇതൊക്കെ വെച്ച് ആരെങ്കിലും ജോലിക്ക് പോകണേ. നമുക്ക് കിട്ടാനുള്ള ഗവൺമെന്റ് എന്നെ കണ്ടെത്തി തരൂ. നിയമങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ ഇപ്പോൾ ലാഭിഷായി. എങ്ങനെ ഞാനുണ്ട്, ഞാൻ വരാം. രാവിലെ അക്ഷയിലേക്ക് വന്നു. അവിടെ വരി നിന്നാ പൈസ കിട്ടു. വരി നിൽക്കണം. വരി നിൽക്കാതെ വെള്ളടിക്കുന്ന ഒരു മലയാളി ഭൂലോകത്തുണ്ടാവില്ല. കമോൺ.